ഹായ്, നമ്മളിന്ന് എല്ലാവരും കൂടെ ഒന്ന് ചൂടാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊരു ചെറിയ കാട്ടരുവിയാണ്. ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ നായക്കുട്ടന്മാരൊക്കെ കാവലായിട്ടുണ്ട്. ഇതാണ്ട് ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കേട്ടോ. നമുക്ക് കുറച്ച് പരൽ മീനുകളൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ പ്യൂണി എന്ന് പറയുന്ന കുട്ടി കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഇമാർ പുറകെ വരും കേട്ടോ. വണ്ടിയായിട്ട് പോകണ പോലും ഇമാർ വണ്ടിയുടെ പുറകെ ഓടി വരും കുറേ ദൂരം. ഇത് ഡാമും ആറും കൂടെ കൂടി ചേർന്നിറങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചൂണ്ടിടാമെന്ന് കരുതി ഞാൻ വന്നതാണ്. വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോൾ കൊണ്ടിരിക്കുക. ഇല്ല, അത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു നെറ്റിപ്പൊട്ടിനെ ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. ഇത് വളരെ ചെറിയ കൊളുത്താണ്. അപ്പം ഏത് ചെറിയ മീനെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അതാ കാണാൻ സാധനം. അത് വാലുമാക്കര കേട്ടോ. അത് മീനല്ല, വലിയ വാലുമാക്കരകളാണ്. കണ്ടു കഴിഞ്ഞാൽ മീനാന്ന് പറയത്തുള്ളൂ, പക്ഷേ മീനല്ല. ഇതിങ്ങനെ പുല്ലുണ്ട്. ഇത് പൂച്ചക്കായ എന്ന് പറയുന്ന ചെടി കേട്ടോ. ഇതിൻ്റെ കാ ഓർത്ത് നമ്മൾ പണ്ട് മാല ഉണ്ടാക്കുമായിരുന്നു. കണ്ട് ഇതെല്ലാം പന്നി കുത്തി മറിച്ചിട്ടേക്കുന്നതാണ്. ഈ പന്നി മണ്ണേരി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി മറയ്ക്കുന്ന കേട്ടോ. ഇതിലൊക്കെ കുറേ മീൻ ഓടുന്നുണ്ട്. കൊത്തുന്നുണ്ട് കേട്ടോ, പക്ഷെ കിട്ടുന്നില്ല. മീൻ കുറേ നേരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക. കൊത്തി അടിപൊളി മഞ്ഞമത്തി കിട്ടുന്നുണ്ടോ. ഈ മീൻ ഇവിടെ പറയുന്ന ഒരു മഞ്ഞമത്തി നാട്ടോ. ഇതൊരു തരം പരലാണ്. ഇനി ചെറിയ കൊളുത്ത് മതി ഞാൻ പിടിക്കാം. ചെറിയ കൊളുത്തും മണ്ണരി ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പിടിക്കാം കേട്ടോ. അല്ലേ, തീരെ കുഞ്ഞ കാർബൺ കൊളുത്താണ് പിടിക്കുന്നത്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാ അടുത്ത മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു മഞ്ഞമത്തി തന്നെ കേട്ടോ. ഇതുപോലെ ചെറിയ കൊളുത്തും മണ്ണിലും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും ഇതുകൊണ്ട് മീനെ പിടിക്കാം കേട്ടോ. ഇതുപോലത്തെ ഒന്നല്ല, ഈ ചെറിയ ഇനത്തിലുള്ള മീനെ നമുക്ക് പിടിക്കാൻ പറ്റും. കുഞ്ഞു കൊളുത്തായിരിക്കണം. അതുപോലെ നൈസ് നൂലും ആയിരിക്കണം കേട്ടോ. വലുപ്പം കുറഞ്ഞ നൂലാണെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് കൊത്തി അറിയാനും പറ്റും. ഈ മീൻ കൊത്തും പെട്ടെന്ന് കൊത്തുകയും ചെയ്യും ചെറിയ നൂലാണെങ്കിൽ. ഇതാടുതാ അടുത്ത് മീനും കിട്ടി കേട്ടോ. അല്ല, തെരുതരാന്നാണ് മീൻ കിട്ടുന്നത്. ഇതിനെ മണ്ണിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ചെറിയ വീട്ടിലോ ഒക്കെ ആണെങ്കിലും കൊത്തും പെട്ടെന്ന്. വീട്ടിലെ ഈലാണെങ്കിൽ പെട്ടെന്ന് കൊത്തുണ്ട്. ഈലിനെ ഇട്ട് പിടിക്കാൻ എളുപ്പമാണ് മീനെ. ഇതുകൊണ്ട് ചൂണ്ടിട്ടെങ്കിൽ ചെറുതായിട്ട് നനക്കി കൊടുത്താണ് കേട്ടോ. മരമൊന്ന് കൊത്തിക്കോളും. ഇതുകൊണ്ട് ഇതാകട്ടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് മലിഞ്ഞയും ആരനും പിന്നെ കറ്റിയെ കൊണ്ട് കേട്ടോ. എന്താ കൊത്തി കിട്ടില്ല കേട്ടോ അതിനെ. ഇവിടെ കുറേ മീനുകളാണ്, നമുക്കതിനെ പൊക്കണം. ഇതാ കിട്ടി. ഇത് മഞ്ഞമത്തി തന്നെ. ഇമാര് തന്നെ കൂടുതലായിട്ടും കൊത്തുന്ന കേട്ടോ. ഇതങ്ങനെ അടുത്തന്നെ കിട്ടി കേട്ടോ. കുഴപ്പമില്ല, ചെറിയ മീനാണ്. നമുക്ക് കുറേ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം മീനാകും.
ഇതിനെ പിടിക്കാൻ രസമാണ്. അടുത്തും കിട്ടി കേട്ടോ, അടിപൊളി. ഇതൊരു കണഞ്ഞനാണ് കേട്ടോ. ഇതിന് ഇവിടെ പറയുന്ന പേര് കണഞ്ഞൻ എന്നാണ്. ചില സ്ഥലങ്ങളൊക്കെ തുപ്പിലൂത്തി എന്ന് പറയാറുണ്ട്. കാരണം അത് തുപ്പി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കുത്തും. അടുത്ത മീനും കിട്ടി. ഇതൊരു കടഞ്ഞ തന്നെ കേട്ടോ. അങ്ങനെ ചൂണ്ടയിട്ട് എല്ലാവർക്കും തന്നെ മീൻ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കറിക്കുള്ള മീൻ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇത്ര മീൻ പപ്പായും മമ്മിയൊക്കെ കൂടി പിടിച്ചാണ് അല്ലേ. നമുക്ക് വേറെ മീൻ കിട്ടിയിട്ടുണ്ട്, വേറെ കവറിലൊക്കെ ആയിട്ട് ഇനിയും മീൻ ഇരിപ്പുണ്ട് ഉണ്ടോ. എന്നാലും ഒരു കറിക്കുള്ള മീനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്, പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.